ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 20. പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കളെ നിശബ്ദരാക്കാനും സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനുമുള്ള പ്രധാന ആയുധമാണ് BJPക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ജാതിയും മതവും വർഗീയതയും ഇളക്കിവിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗിനൊപ്പം എതിരാളികളെ പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും ചാക്കിട്ട് പിടിച്ചും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മോദി അന്വേഷണ ഏജൻസികളെയും ഉപയോഗിക്കുന്നു. സർക്കാരിനെ വിമർശിക്കുന്നവരെയും മാധ്യമങ്ങളെയും ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണത്തിനായി ഏജൻസികളെ കയറൂരിവിടുകയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ലംഘിച്ചും നടപടിക്രമങ്ങൾ പാലിക്കാതെയും കോടതിയിൽ കള്ളത്തെളിവുകളും വ്യാജ സത്യവാങ്മൂലവും നൽകുന്നു. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കൃത്രിമ തെളിവുകൾ സൃഷ്ടിക്കുന്നു. സംഘപരിവാർ നയങ്ങളെയും നടപടികളെയും എതിർക്കുന്നവരെ അധികാരമുഷ്ടി ഉപയോഗിച്ച് വരുതിയിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, NIA, IT, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയ ജുഡീഷ്യൽ അധികാരമുള്ള ട്രിബ്യൂണലുകളെ വരെയും തരാതരം പോലെ ദുരുപയോഗിക്കുന്നു. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം മറയാക്കിയാണ് പരാതിയില്ലാതെയും FIR രജിസ്റ്റർ ചെയ്യാതെയും റെയ്ഡ് നടത്തിയും സ്വത്ത് കണ്ടുകെട്ടിയും രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടയ്ക്കുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയാണ് ഏറ്റവും ഒടുവിലായി ജയിലിലടച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ED രാജ് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരം BJPക്കെതിരെ മാത്രമല്ല കേന്ദ്ര ഏജൻസികൾക്കെതിരെ കൂടിയാണെന്ന് പ്രതിപക്ഷം പറയുന്നത്. നിയമത്തിന് കീഴിൽ നിന്ന് മാത്രം ED പ്രവർത്തിച്ചാൽ മതിയെന്നും നിയമത്തിനപ്പുറം പോയി സ്വയം നിയമമായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്നുമുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെയാണ് അധികാര ദുരുപയോഗം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും 1999 വിദേശ നാണയ വിനിമയ നിയമവും നടപ്പാക്കുന്ന അന്വേഷണ ഏജൻസിയാണ് ED. കള്ളപ്പണം വെളുപ്പിക്കലും വിദേശ നാണയ ലംഘനങ്ങളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളും അന്വേഷിക്കേണ്ട ED തോന്നുന്നവരെയെല്ലാം വേട്ടയാടുന്നു. നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കണമെന്ന് നീതിപീഠങ്ങൾ പലതവണ താക്കീത് ചെയ്തിട്ടും റെയ്ഡുകളും കാരണമറിയാതെയുള്ള ചോദ്യം ചെയ്യലും അറസ്റ്റും നിർബാധം തുടരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത അധികാര പ്രയോഗം, പ്രതികാരദാഹിയായ വാദി, നിയമവ്യവസ്ഥയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഏജൻസി, ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം എന്നിങ്ങനെയാണ് EDയുടെ അമിതാധികാരത്തെ കോടതികൾ വിമർശിച്ചത്. കുറ്റം തെളിയിക്കാനും ന്യായവും നീതിയും നടപ്പാക്കാനുമുള്ള അത്യുത്സാഹമല്ല, മറിച്ച് സംഘപരിവാറിന്റെയും മോദി സർക്കാരിന്റെയും ആജ്ഞകൾ അനുസരിച്ച് ജനാധിപത്യ പൗരാവകാശങ്ങളെ യഥേഷ്ടം ചവിട്ടി മെതിക്കുകയാണ്. അതിനാലാണ് ഭയത്തിന്റെ അന്തരീക്ഷമാണ് ED സൃഷ്ടിക്കുന്നതെന്ന് സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ED നടത്തുന്നത് വിവേചനപരമായ കുറ്റവിചാരണ മാത്രമല്ല, വിവേചനപരമായ ചോർത്തലുകളുമാണ്. അന്വേഷണ വിവരങ്ങൾ എന്ന പേരിൽ സൃഷ്ടിക്കുന്ന കഥകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് ബോധപൂർവം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു. മോദി ഭരണത്തിൽ പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED രജിസ്റ്റർ ചെയ്ത 138 കേസിൽ 127 കേസും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇതുവരെ രജിസ്റ്റർ ചെയ്ത 6000-ഓളം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് 34 കേസിലും. ശിക്ഷാ നിരക്ക് 0.58% മാത്രം. ഈ കാലയളവിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ ദേശീയ ശിക്ഷാ നിരക്ക് 57% അറിയുമ്പോഴാണ് ED കേസുകളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കള്ളക്കേസാണെന്ന് വ്യക്തമാവുക. പ്രതിപക്ഷ വേട്ടയ്ക്ക് അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുമ്പോഴും BJPക്കാരും BJPയോട് ചേർന്ന് നിൽക്കുന്നവരും എന്ത് കുറ്റകൃത്യവും അഴിമതിയും നടത്തിയാലും ഒരു അന്വേഷണ ഏജൻസിയും തേടിയെത്തില്ല. മഹാരാഷ്ട്രയിൽ NCPയെയും ശിവസേനയും പിളർത്തിയതും നിരവധി പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഭയപ്പെടുത്തി BJPയിൽ എത്തിച്ചതും EDയെ മുന്നിൽ നിർത്തിയായിരുന്നു. NCP അഴിമതി പാർട്ടിയാണെന്നും 70,000 കോടി രൂപയുടെ അഴിമതി നടത്തിയവരെ ജയിലിലടയ്ക്കുമെന്നും മോദി പ്രസംഗിച്ച് ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് NCPയെ പിളർത്തി അജിത് പവാർ വിഭാഗത്തെ ഒപ്പം കൂട്ടി BJP സർക്കാർ ഉണ്ടാക്കിയത്. BJPക്കൊപ്പം എത്തിയതോടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ, മന്ത്രിമാരായ ഛഗൻ ഭുജ്ബൽ, ഹസൻ മുഷ്രിഫ് എന്നിവർക്കെതിരായ ED അന്വേഷണം അവസാനിപ്പിച്ചു. ED സുതാര്യമായിരിക്കണം, സത്യസന്ധതയുടെയും ന്യായത്തിന്റെയും മാനദണ്ഡങ്ങൾ പാലിക്കണം, നിലപാടുകളിൽ പ്രതികാരം പാടില്ല എന്ന് 4 മാസം മുമ്പാണ് സുപ്രീം കോടതി പറഞ്ഞത്. EDക്ക് ലഭിച്ച അമിതാധികാരം ശരിവച്ച വിധി ഇപ്പോൾ സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ED അന്വേഷിക്കുന്ന കേസുകളിൽ മൗലികാവകാശങ്ങളിലെ നഗ്നമായ ലംഘനങ്ങൾ പുറത്തു വരികയാണ്. പാർലമെന്റിൽ നിശബ്ദത പാലിച്ചില്ലെങ്കിൽ EDയെ ഉപയോഗിച്ച് വേട്ടയാടുമെന്ന് മന്ത്രിമാർ തന്നെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നു. നിശബ്ദത പാലിച്ചില്ലെങ്കിൽ ED നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മീനാക്ഷി ലേഖി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് അന്വേഷണ ഏജൻസികളെ കേന്ദ്രം കൈകാര്യം ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ്. നിയമത്തെ ദുരുപയോഗം ചെയ്താണ് പലരെയും ജയിലിലടയ്ക്കുള്ളിലാക്കുന്നത്. സർക്കാർ അതിന്റെ രാഷ്ട്രീയ എതിരാളികളെ ആദ്യം അടയാളപ്പെടുത്തുന്നു, പിന്നീട് അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു. ജനാധിപത്യത്തെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുന്ന ഇത്തരം ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ടുവരാനാകണം.